ഇന്നലെയുള്ള പെരിന്തൽമണ്ണയാവില്ല നാളേക്ക് ശേഷം ഉണ്ടാവുക. അതിനുള്ള ഒരു നല്ല മുന്നൊരുക്കം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോ രമേശ് ചെന്നിത്തല നിലവിലുള്ള ഒരു നിയമമാണ്, പക്ഷെ ആ നിയമം നമുക്ക് പലർക്കും അറിയില്ലായിരുന്നു. ഈ ഡ്രഗ് മാഫിയയില് പിടികൂടപ്പെടുന്ന ആളുകളുടെ സ്വത്തും സ്ഥാവര ജംഗമ വസ്തുക്കളും മുഴുവനായിട്ട് ഗവൺമെന്റിന് ഇപ്പോ പിടിച്ചെടുക്കാനുള്ള അവകാശം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാനുള്ള മെഗാ തൂഫാൻ ജനകീയ പ്രതിരോധ പരിപാടിക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന മഹാസംഗമത്തിന് മുന്നോടിയായി നഗരത്തിൽ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും ജനകീയ വിളംബര റാലിയും ശ്രദ്ധേയമായി. എന്നാൽ ഇത് ഒരു ദിവസത്തെ പരിപാടിയല്ലെന്നും 1 വർഷം നീളുന്ന ജനകീയ മുന്നേറ്റത്തിന്റെ തുടക്കമാണെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. ലഹരിക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വെള്ളിയാഴ്ച പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ മെഗാ തൂഫാൻ മഹാസംഗമം നടക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിക്കും. മഹാസംഗമത്തിന് മുന്നോടിയായി നഗരത്തിലെ ട്രാഫിക് ജംഗ്ഷനിലും മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിലും വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബുകൾ ജനശ്രദ്ധ പിടിച്ചുപറ്റി. ലഹരിക്കെതിരെ യുവതലമുറയുടെ ശക്തമായ സന്ദേശമാണ് ഓരോ അവതരണവും നൽകിയത്. നഗരസഭ വ്യാപാരി സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്ന ജനകീയ വിളംബര റാലിയും പരിപാടിക്ക് കൂടുതൽ ആവേശം പകർന്നു. 1 വർഷം നീളുന്ന 15 കർമ്മ പദ്ധതിയിലൂടെ ക്യാമ്പസുകളെയും യുവജന കൂട്ടായ്മകളെയും സന്നദ്ധ സംഘടനകളെയും ഒന്നിപ്പിച്ച് പെരിന്തൽമണ്ണയിൽ ശക്തമായ ലഹരി വിരുദ്ധ പ്രതിരോധ ശൃംഖല രൂപപ്പെടുത്താനാണ് ലക്ഷ്യം. കേരളം ആഗ്രഹിക്കുന്ന വലിയൊരു സാമൂഹിക ദൌത്യമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. ലഹരി മാഫിയയെ പൂർണ്ണമായി ഇല്ലാതാക്കാമെന്ന അവകാശവാദമല്ല, എന്നാൽ കഴിയുന്നത്ര ശക്തമായ സാമൂഹിക ഇടപെടലിലൂടെ യുവതലമുറയെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2000 വിദ്യാർത്ഥികൾ തൂഫാൻ വോളണ്ടിയേഴ്സായി രജിസ്റ്റർ ചെയ്തതായും ഇവരുടെ നേതൃത്വത്തിൽ 1 വർഷം നീളുന്ന ബോധവൽക്കരണവും സാമൂഹിക പ്രവർത്തനങ്ങളും പോലീസ്, എക്സൈസ് വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പാക്കുമെന്നും MLA അറിയിച്ചു. നമ്മൾ ഇതൊരു വലിയ മിഷനാണ്. കാരണം കേരളം എത്രയോ കാലമായി ആഗ്രഹിക്കുന്ന, നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന, നമ്മൾ ഓരോ വീടും ആഗ്രഹിക്കുന്ന ഒരു വലിയ ഒരു ആഗ്രഹമാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ശ്രീ രമേശ് ചെന്നിത്തല മുന്നോട്ട് കൊണ്ടുവരുന്ന ഈ ആശയം. കാരണം നമ്മൾ ഒറ്റയടിക്ക് പൂർണ്ണമായിട്ട് ഒരു ഡ്രഗ് മാഫിയയെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നൊന്നുള്ള വ്യാമോഹമില്ല. പക്ഷെ നമുക്ക് നമ്മളാൽ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ വിചാരിക്കുന്നതിൽ എത്രയോ അപകടകരമായി നമ്മളുടെ കുട്ടികളെ നമുക്ക് കൈവിട്ടു പോവുകയാണ്. ഓരോ വീട്ടിലും കണ്ണീരാണ്. നമ്മൾ ഇതിന്റെ ബാധിച്ച ആളുകളുടെ വീടും ജീവിതവും നമ്മൾ എത്രമാത്രം സങ്കടപ്പെടുത്തുന്നു എന്നുള്ളത് അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രിയോട് നേരിട്ട് നിങ്ങൾ വരണമെന്നും ഒരു വലിയ പ്രോഗ്രാം നമുക്ക് പെരിന്തൽമണ്ണയിൽ നടത്തണമെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വമാണ് സ്വീകരിച്ചത്. ഇതിന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കേവലം നാളത്തെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പിരിഞ്ഞു പോവുകയല്ല. 2000 കുട്ടികളാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ തൂഫാൻ വളണ്ടിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ 1 വർഷത്തെ സോഷ്യൽ വർക്ക് നമ്മള് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുകയാണ്. അപ്പൊ അതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ 3 ദിവസമായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ കോളേജുകളുടെ ആഭിമുഖ്യത്തിൽ ഫ്ലാഷ് മോബുകൾ നടക്കുന്നു. ഇന്ന് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു വിളംബര ജാഥ നടത്തുകയുണ്ടായി. ഈ നാട് ഒന്നാകെ ഒഴുകി വരുന്ന ഒരു കാഴ്ച നമുക്ക് അതിൽ കാണാൻ പറ്റി. നന്നായി സംഘടിപ്പിച്ച നഗരസഭ ഭരണസമിതിക്ക് ഞാൻ എന്റെ പ്രത്യേക അനുമോദനം നേരുകയാണ്. അപ്പൊ നാളെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ വരവും ആ പ്രോഗ്രാമിനും അപ്പുറത്ത് നമ്മളുടെ ഈ 2000 വളണ്ടിയേഴ്സിനെ നാടിന് സമർപ്പിക്കുന്ന ദിവസമാണ് നാളെ. അപ്പൊ അവരുടെ ആഭിമുഖ്യത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്ലാനിങ് ഉണ്ട്. പോലീസും എക്സൈസും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മളൊരു വളണ്ടിയറി വിങ്ങിനെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഒരു കാര്യവും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇന്നലെയുള്ള പെരിന്തൽമണ്ണയാവില്ല നാളേക്ക് ശേഷം ഉണ്ടാവുക. അതിനുള്ള ഒരു നല്ല മുന്നൊരുക്കം ഞങ്ങൾ നടത്തുന്നുണ്ട്. ലഹരി കേസുകളിൽ പിടിയിലാകുന്നവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടാൻ നിലവിലുള്ള നിയമം ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും നിയമത്തിലെ പോരായ്മകൾ പരിഹരിക്കാൻ കൂടുതൽ ശക്തമായ ഇടപെടലുകൾ ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതൊരു സെൻട്രൽ ആക്ട് ആണ്, സംസ്ഥാന നിയമമല്ല. ഇത് കേന്ദ്ര നിയമത്തിന്റെ പരിഷ്കരണം തന്നെ ആവശ്യപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അത് സ്വാഭാവികമായിട്ടും ഈ നിയമം ഉണ്ടാക്കുമ്പോൾ
ഒരു നിരപരാധി പോലും പിടികൂടപ്പെടരുതെന്നും ശിക്ഷിക്കപ്പെടരുതെന്നും, 1000 കുറ്റവാളികൾ വെറുതെ പോയാൽ ഒരു നിരപരാധി പിടികൂടപ്പെടരുത് എന്നുള്ളത് നമ്മുടെ ഒരു നിയമ സംവിധാനത്തിന്റെ ആത്മാവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിനകത്ത് വരുമ്പോ പലപ്പോഴും പലതരത്തിലുള്ള ലൂപ്പ് ഹോളുകൾ ഇല്ലാതാവാനുള്ള ശ്രദ്ധ നിയമനിർമ്മാണത്തിലുണ്ടാവും. ഇപ്പൊ ഞങ്ങളൊക്കെ തന്നെ ഒരു ബില്ല് നിയമസഭയിൽ വരുമ്പോ എപ്പോഴും ഞങ്ങളുടെ ജാഗ്രത ഉണ്ടാവുക, ഈ നിയമത്തിന്റെ പേരിൽ ഒരു നിരപരാധിയായ ഒരാൾ ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ്. അപ്പൊ ആ ലൂപ്പ് ഹോളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഉപയോഗപ്പെടുത്തുന്നത്. പുതിയ കാലത്ത് നമ്മളത് കൂടുതൽ ജാഗ്രതയോടെ കാര്യങ്ങൾ കൊണ്ടുപോകണം. പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗുകളുടെ കാര്യത്തിൽ ഇപ്പൊ വലിയ തോതിലുള്ള ജാഗ്രത ഗവൺമെന്റും പുലർത്തുന്നുണ്ട്. ഇപ്പോ രമേശ് ചെന്നിത്തല നിലവിലുള്ള ഒരു നിയമമാണ്, പക്ഷെ ആ നിയമം നമുക്ക് പലർക്കും അറിയില്ലായിരുന്നു. ഈ ഡ്രഗ് മാഫിയയില് പിടികൂടപ്പെടുന്ന ആളുകളുടെ സ്വത്തും സ്ഥാവര ജംഗമ വസ്തുക്കളും മുഴുവനായിട്ട് ഗവൺമെന്റിന് ഇപ്പോ പിടിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. അത് നിയമമുണ്ട്, പക്ഷെ ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അത് കേരളത്തിൽ ഉപയോഗിക്കാൻ പോവാണ്. ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു കാര്യം അതാണ്. അപ്പൊ അത്തരം നിയമം എവിടെയാണോ ദുർബലമായി നിൽക്കുന്നത് അവിടെയൊക്കെ ജാഗ്രവത്തായ ഒരു കണ്ണോടെ, ഒരു മൂന്നാം കണ്ണായി നമ്മളൊക്കെ ഉണ്ടാവും. പെരിന്തൽമണ്ണയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ജനകീയ മുന്നേറ്റം സംസ്ഥാനത്താകെ മാതൃകയാകുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. വിവിധ മേഖലകളിൽ നിന്നുള്ള ജനപങ്കാളിത്തത്തോടെയാണ് വെള്ളിയാഴ്ച മെഗാ തൂഫാൻ മഹാസംഗമം അരങ്ങേറുന്നത്. ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jam June Hypermarket, exceeding expectations.